ഹലോ, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞു നാളിൽ ഞാൻ അനുഭവിച്ച ഒരു ഈ പ്രേതത്തിനെ കുറിച്ചൊക്കെ കേൾക്കുന്നത് എനിക്ക് ഇഷ്ടമാണെന്ന് എനിക്കിപ്പം മനസ്സിലായി. അപ്പം വേറൊന്നുമല്ല, അതിനെക്കുറിച്ചിട്ടുള്ളൊരു കുഞ്ഞു ടോക്കാണ്. അപ്പോൾ മടിച്ച് നിൽക്കേണ്ട. ഇതിന് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഇതിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെയാണ് നിങ്ങളെങ്കിൽ ഓടി വന്ന് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി വന്നിരിക്കൂ ഗായ്സ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ടൊന്ന് പോയാലോ. അപ്പോൾ ഇത് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു നാളിലാണ്, ഞാൻ കുഞ്ഞായിരുന്ന സമയത്താണ്. അതായത് എനിക്ക് എങ്ങനെ പോയെന്നാലും ഒരു 5ാം ക്ലാസ്സിലൊക്കെ ഞാൻ പഠിക്കുന്ന ടൈമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് താഴെ 2 അനിയന്മാരുണ്ട്. അപ്പോൾ അതിലൊരു അനിയനാണ് രാഹുൽ, എൻ്റെ അടുത്ത അനിയനാണ് കേട്ടോ. അപ്പം ഞാനും അവനും കൂടെയാണ് ഈ ഒരു സമയത്തുണ്ടായിരുന്നത്. ഈ ഒരു അനുഭവം നടക്കുന്ന സമയം ഞങ്ങൾ രണ്ടാളാണ് ഉണ്ടായിരുന്നത്. ഇത് എൻ്റെ മമ്മിയുടെ ഒരു ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ ആൻറ്റിക്ക് നമ്മളെ ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്കിടയ്ക്ക് വീട്ടിലൊക്കെ വരുമായിരുന്നു. പക്ഷെ അവർ വന്നിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ, ട്രിവാൻഡ്രത്ത് തന്നെ കുറച്ച് ഉള്ളിലോട്ടാണ് താമസം. നിങ്ങൾക്ക് അറിയാൻ പറ്റുമെങ്കിൽ കാട്ടാക്കട അങ്ങോട്ടൊക്കെ കഴിഞ്ഞ് പോകണം. കുറച്ച് എന്താ പറയുക, ഒരു കുറച്ച് ഉള്ളിലോട്ടുള്ള സ്ഥലമാണ്. നമ്മളെ സിറ്റി വിട്ട് ഉള്ളിലോട്ടുള്ള പ്രദേശമാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നും കുറേ ഉള്ളിലോട്ട് പോകണം അവരെ നാട് കാണാൻ നോക്കി. അപ്പോൾ ഇത് നടക്കുന്ന സമയത്തെന്ന് വെച്ചാൽ കേട്ടിട്ടുണ്ടാവും പങ്കജകസ്തൂരി. എപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ, പങ്കജകസ്തൂരി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പങ്കജകസ്തൂരിയുടെയൊക്കെ ഒരു നിർമ്മാണമൊക്കെ ആ ഒരു സ്ഥലത്തായിരുന്നു. അതിപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആൻറ്റി നമ്മളെ കൊണ്ടുപോയത്. അപ്പോൾ ഇവരുടെ വീട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മക്കളുണ്ട് കേട്ടോ. ഇവർക്ക് 2 മക്കളുണ്ട്. അപ്പോൾ ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യൻസാണ്, ബന്ധക്കോസ് എന്നൊക്കെ പറയാം. അത് തന്നെയാണ്. അപ്പോൾ ഇവർക്ക് എന്ന് വെച്ചാൽ നമ്മളെ ഇഷ്ടമാണ്. എൻ്റെ മമ്മിയുടെ ഫ്രണ്ടല്ലേ. അപ്പം മമ്മിയുടെ അടുത്ത് വന്ന് ഒരു ദിവസം വന്ന് പറയാണ്, മക്കളെ ഞാൻ കൊണ്ടുപോയിക്കോട്ടെ എടി, 2 ദിവസം അവരവിടെ നിൽക്കട്ടെ. നമുക്ക് മാറി നിൽക്കാൻ ഇൻട്രസ്റ്റ് അല്ലേ, കുറച്ച് വേറെ സ്ഥലമൊക്കെ കാണണമെന്ന്. അപ്പോൾ നമ്മളെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അവിടെ വയലുണ്ട്, പുഴയുണ്ട്, ഡാമുണ്ട്, കുളമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണാൻ നടക്കണതുകൊണ്ട് തന്നെ നമുക്കിതൊക്കെ കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. പ്രത്യേകിച്ച് എനിക്ക് ഇതൊക്കെ കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. എനിക്ക് ഗ്രാമപ്രദേശങ്ങൾ, വയൽ, പുല്ല്, കുളം എന്നൊക്കെ പറയണത് എനിക്ക് എന്തോ വലിയ ഡ്രീമായിരുന്നു ആ സമയത്ത്. പിന്നെ കുഞ്ഞുനാളിലെ എൻ്റെ ഒരു കളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഞാൻ പഠിച്ച സ്കൂളിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എൻ്റെ ആ പൊക്കത്തിനനുസരിച്ച് ചെടിയൊക്കെ വളർന്ന് നിൽക്കും കേട്ടോ. ഒരുപാട് ചെടികളുണ്ട്. അതിൻ്റെ ഇടയിലൊക്കെ കയറി ഇന്നൊരു കാട്ടിനുള്ളിൽ പോയി നിന്ന് കളിക്കുന്ന ഒരു ഫീലാണ് കേട്ടോ. എനിക്ക് മാത്രമാണോ എന്നുള്ളൂ അങ്ങനെ തോന്നിയത്. കാരണം ഞാൻ അങ്ങനെ അത്തോട്ടൊക്കെ കയറി പോകുമ്പോഴും എന്തോ വലിയൊരു ഫോറസ്റ്റിലൊക്കെ ഞാൻ റൈഡ് ചെയ്തോ പോലത്തുള്ളൊരു ഫീലാണ്. അങ്ങനെയൊക്കെയാണ് എൻ്റെ കളികൾ കേട്ടോ. കുഞ്ഞുനാളിലത്തെ എൻ്റെ ആ ഒരു എന്തോ വലിയ ഫോറസ്റ്റിൽ ഞാൻ പോയി. പക്ഷേ നമ്മുടെ സ്കൂളിലെ എന്താ പറയുക, കുട്ടികൾ വെച്ച ചെടികൾ വളർന്നതാണ്. അത് എൻ്റെ സൈസിലുണ്ടായിരുന്നു. ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ പൊക്കം അറിയാമല്ലോ. അപ്പോൾ ആ സൈസിലൊക്കെ കാണുമ്പോൾ അപ്പോൾ നമ്മുടെ സബ്ജക്റ്റിൽ നിന്ന് വഴി മാറി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആൻറ്റിയുടെ വീട്ടിൽ കൊണ്ടുപോകണം കേട്ടോ ഞങ്ങൾ. അപ്പോൾ പോണ വഴി ഞാനിങ്ങനെ ബസ്സിലാണ് യാത്ര. അപ്പോൾ ഈ പോണ വഴി ഇങ്ങനെ ഞാൻ എപ്പോഴും ഞാൻ ബസ്സിലിരുന്ന് കഴിഞ്ഞാൽ ഈ സൈഡ് സീറ്റിലേ ഇരിക്കുകയുള്ളൂ. സൈഡ് സീറ്റിൽ ഇരുന്നിട്ട് ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് നോക്കിയപ്പോഴത്തേക്ക് ഡാം കണ്ട്. ആ കുഞ്ഞു നല്ല ആ ഡാം കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ വലിയ സംഭവം ഞാൻ കണ്ട ഒരു ഫീലായിരുന്നു കേട്ടോ. അപ്പോൾ ഡാമിൻ്റെ ഷട്ടറൊക്കെ തുറന്നിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി വന്ന സമയമായിരുന്നു. അതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് അവരെ നാട്ടിലോട്ട് ഞാൻ പോവാണ്. കാട്ടാക്കട കഴിഞ്ഞ് പോകണം കേട്ടോ ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് എവിടെയെന്ന് ഞാൻ അപ്പോഴും ഓർക്കുന്നില്ല, സ്ഥലം ഏതാണെന്ന് എനിക്കിപ്പോഴും ഓർമ്മയില്ല. അപ്പം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് അവരുടെ നാടെത്തി. ഒരു ഗ്രാമപ്രദേശം, അധികം ഡെവലപ്പൊന്നും ഇല്ലാത്തൊരു ഗ്രാമപ്രദേശം. അന്നൊന്നും കടകളൊന്നും അധികം ഇല്ല. അപ്പോൾ ആദ്യം ആൻറ്റി കാണിച്ചു തന്നത്, ആൻറ്റി പറഞ്ഞത് ഇത് മോഹൻലാലിൻ്റെയൊക്കെ പങ്കജകസ്തൂരി ഒക്കെ ഇവിടെയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് കാണിച്ചു തരാമെന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ആൻറ്റി നമ്മളെ കൊണ്ടുവരുന്നത്. അപ്പം നമ്മൾ വീട്ടിൽ പോയപ്പോൾ ആൻറ്റി നമ്മൾ രാവിലെയൊക്കെ ആയപ്പോൾ ഇവിടെ എത്തി ആൻറ്റിയുടെ കൂടെ ഇങ്ങനെയൊക്കെ ഇരുന്നു. ആൻറ്റി നമ്മൾ വന്നതിൻ്റെ ഒരു സന്തോഷത്തിൽ കുറേ ഫുഡൊക്കെ ഉണ്ടാക്കി തന്നു. രാവിലെ ഞങ്ങൾ എണീറ്റ് കഴിഞ്ഞാൽ ഒരു ചായയും ബിസ്ക്കറ്റും കഴിക്കലാണ് ഞങ്ങൾ ഇത്. അപ്പോൾ അന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോർലിക്സ് ബിസ്ക്കറ്റ് ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ അതിങ്ങനെ പാലിലിങ്ങനെ മുക്കി തിന്നുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. ആ ടേസ്റ്റ് എനിക്ക് ഇപ്പോഴും എൻ്റെ വായിൽ നിന്ന് പോകുന്നില്ല. അപ്പോൾ ആൻറ്റി അതൊക്കെ തന്നു, കഴിച്ചു. ആൻറ്റി അന്ന് ഫിഷ് കറിയൊക്കെ ഉണ്ടാക്കി തന്നു. അതൊക്കെ കഴിച്ചിട്ട് ആൻറ്റി നമ്മളിടത്ത് പറഞ്ഞിട്ടല്ലേ കൊണ്ടുവന്നത്, ആൻറ്റി ഇവിടെ ഉണ്ട്, കുളമൊക്കെ കാണാൻ കൊണ്ടുപോകാമെന്നൊക്കെ ആൻറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് കുളം കാണണം. അതിനാണ് ഞങ്ങൾ മെയിനായിട്ട് വന്നത്. കുളത്തിൽ കുളിക്കണം, ഇതാണ് മെയിനായിട്ട് ഞങ്ങളുടെ കാര്യം വന്നതിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാനും എൻ്റെ അനിയനും പിന്നെ ആ ആൻറ്റിയുടെ മോനും, ഞങ്ങൾ 3 ആളും കൂടെയാണ് ഇങ്ങനെ കുളത്തിൽ പോണത് കേട്ടോ.
അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്ന് ഒരുപാട് നടന്ന് ഇങ്ങനെ കുളത്തിൽ പോവുകയാണ്. ഇങ്ങനെ ഉച്ച സമയമാവും, ഒരു നട്ടുച്ച സമയമാവും. ഇങ്ങനെ ഞങ്ങൾ കുളത്തിൻ്റെ അവിടെ എത്തി. വലിയ കുളമാണ് ഗൈസ്. അപ്പോൾ ഒരു സൈഡിലെന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് കുളിക്കാനും ഒരു സൈഡിൽ ആണുങ്ങൾക്ക് കുളിക്കാനും. ഞങ്ങൾ കുഞ്ഞുങ്ങളായതുകൊണ്ട് ഞങ്ങൾ ഒരു സൈഡിൽ തന്നെ വന്നിരുന്നു കേട്ടോ. ഇപ്പുറത്തെ സൈഡിലാണ് വന്നിരുന്നത്. അപ്പുറത്തെ സൈഡിൽ കുറേ ചേട്ടന്മാരൊന്ന് കുളിക്കണം ഞങ്ങൾ കണ്ടായിരുന്നു. ചേട്ടന്മാരൊന്ന് കുളിക്കുന്നുണ്ടായിരുന്നു. 2-3 ചേട്ടന്മാർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇപ്പുറത്തെ സൈഡിൽ ഞങ്ങൾ വരുന്നു. എന്നിട്ട് എനിക്കായാലും എൻ്റെ അനിയനായിരുന്നാലും നീന്താനൊന്നും അറിയില്ല. ഇതാണ് കോമഡി എന്ന് പറയുന്നത്. പക്ഷെ കുളത്തിൽ കാണണം, കുളത്തിൽ കുളിക്കണമെന്ന് കുഞ്ഞു മനസ്സിലാഗ്രഹം അതുമുണ്ട്. ഞാൻ എന്താക്കി, ഇവനെ ഈ കൂടെ വന്ന കൊച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബക്കറ്റും കപ്പൊക്കെയാണ് കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്നറിയോ, ഇവൻ അപ്പോഴും സ്റ്റെപ്പിലിരിക്കുകയായിരുന്നു എൻ്റെ അനിയൻ. സമയത്ത് സ്റ്റെപ്പിലിരിക്കുക. അപ്പോൾ ഞാൻ എന്തിനാ ഞാൻ ഇവിടെ നിന്നിട്ട് വെള്ളം കോരി കുളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ബക്കറ്റിൽ വെള്ളം കോരി തലയിൽ കൂടെ ഒഴിച്ച് ഇങ്ങനെ കുളിക്കുകയാണ്. എന്നാലും കുളത്തിൽ നിന്ന് കുളിച്ചല്ലോ എന്നുള്ളൊരു സന്തോഷത്തിൽ വെള്ളം കോരി കുളത്തിൻ്റെ അവിടെ വന്നിട്ട് തലയിൽ മഗ്ഗിൽ വെള്ളം ഒഴിച്ച് കുളിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുകയാണ് ഗൈസ്, എൻ്റെ അനിയൻ ഇങ്ങനെ സ്റ്റെപ്പിലിരിക്കണം. പെട്ടെന്ന് ഞാനിങ്ങനെ തിരിഞ്ഞതും ഇവൻ കുളത്തിൽ കിടക്കുന്നു. നീന്താൻ അറിയത്തില്ല അവന്, നീന്താനേ അറിയത്തില്ല. കുളത്തിൽ കിടക്കണം, ഇങ്ങനെ മുങ്ങി പോണു കൊച്ച്. അപ്പോൾ എനിക്കാണെങ്കിൽ പിടിക്കാനും അറിഞ്ഞൂടാ. ഞാൻ എന്നിട്ട് കിടന്ന് വിളിക്കണം, അയ്യോ ആരെങ്കിലും ഓടി പറഞ്ഞേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് ആ ചേട്ടന്മാർ പെട്ടെന്ന് വന്ന് ചേർത്ത് ചാടി ഇവനെ രക്ഷിച്ച് കരയെ കൊണ്ടുവന്നു. കരയെ കൊണ്ടുവന്നതിന് ശേഷം കുറേ വെള്ളം കുടിച്ച്, ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ വയറിലൊക്കെ ഇങ്ങനെ അമർത്തി വെള്ളമൊക്കെ വീഴാണ്. കൊച്ചിന് ബോധമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നേരെ അവർ വീട്ടിൽ കൊണ്ടുവന്ന് അവർ കുറേ ഇതൊക്കെ ആക്കി. കുട്ടിക്ക് നല്ല കുറേയൊക്കെ തുടച്ച് പറക്കി കഴിഞ്ഞാൽ കുട്ടിക്ക് നല്ല പനി വന്നു. എൻ്റെ അനിയന് നല്ല പനിയായി കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഇവനിങ്ങനെ ഓരോന്ന് പിച്ചും പെയ്യൊക്കെ പറയാൻ തുടങ്ങി. എന്ന് വെച്ചാൽ എന്തൊക്കെയൊക്കെ സംസാരിക്കാൻ തുടങ്ങി. ഒരുപാട് പേടിച്ച് അങ്ങനെ എന്തൊക്കെയൊക്കെ പറയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവർ കുറച്ച് പള്ളിക്കാരാണ്, ഇത് ബന്ധക്കോസ് ആ ഒരു ഇതാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. അങ്ങനെ ഇവർ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ച് ഇരുന്നിട്ട് ഇവർ അച്ഛനെ വിളിച്ച്, പള്ളിയിൽ അച്ഛനെ കൊണ്ട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ അച്ഛൻ തലയെ തൊട്ട് പ്രാർത്ഥിച്ചപ്പോഴാണ് അച്ഛൻ പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ ആ രഹസ്യം അറിയണത് ഗൈസ്. ഇവൻ കുളത്തിലിരുന്നപ്പോൾ ഇവൻ്റെ അടുത്ത് അച്ഛൻ ചോദിച്ചപ്പോഴത്തേക്ക് ഇവനെ പിടിച്ച് തള്ളി എന്നാണ് പറഞ്ഞത്. ഇവനാരും പിടിച്ച് തള്ളി ആ കുളത്തിലിട്ടാന്നാണ് പറഞ്ഞത്. അത് അവിടെ എന്തോ മുങ്ങി മരിച്ച ഏതോ ഒരു ഇത് അവിടെ ഉണ്ട് എന്നാണ് ആ അച്ഛൻ നമ്മളോട് പറഞ്ഞത്. അങ്ങനെ കൊച്ചിൻ്റെ തലയിലൊക്കെ തൊട്ട് പ്രാർത്ഥിച്ച് വെള്ളമൊക്കെ ഇങ്ങനെയൊക്കെ കൊടുത്ത് അങ്ങനെ അവ ഓക്കെ ആയി. പക്ഷേ ഗൈസ്, എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് ഗൈസ് ഇത് എൻ്റെ ലൈഫിൽ നടന്നൊരു അനുഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഒരു കുഞ്ഞുനാളിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തുള്ള ഒരുപാട് അനുഭവങ്ങൾ എന്നെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് മുതൽ തുടങ്ങിയതാണ്. ഇന്നും ഞാൻ എൻ്റെ അനുഭവങ്ങൾക്ക് എന്താ പറയാൻ എൻഡില്ല. ഇപ്പോഴും ഇങ്ങനെ ഓരോരോ അനുഭവങ്ങൾ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളിൽ എത്ര പേർക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്കറിയാൻ ആഗ്രഹമുണ്ട്. എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ബൈ.